നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ടീം ഓഫ് ദി ടൂർണമെൻറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഫിഫ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടീമിൽ സ്വാഭാവികമായിട്ടും ആധിപത്യം ഫൈനലിസ്റ്റുകളായിട്ടുള്ള ടീമുകളിൽ നിന്നുള്ള കളിക്കാർക്ക് തന്നെയാണ്. ചെൽസിയിൽ നിന്ന് 4 താരങ്ങളുണ്ട്. അതേസമയം PSG നിന്ന് 3 താരങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. റയൽ മാഡ്രിഡിൽ നിന്ന് 1 താരം ഇടം പിടിച്ചപ്പോൾ ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസിൽ നിന്ന് 2 താരങ്ങളുണ്ട്. അൽ ഹിലാലിൻ്റെ ഒരു കളിക്കാരനുണ്ട്. അങ്ങനെയാണ് ഈ ഒരു 11 വരുന്നത്. ഗോൾ കീപ്പറായിട്ട് അൽ ഹിലാലിൻ്റെ യാസിൻ ബോനോ, അത് അർഹിച്ചൊരു സെലക്ഷൻ തന്നെയാണ്. മികച്ച പ്രകടനമാണ് താരം ഈ ഒരു വേൾഡ് കപ്പിൽ നടത്തിയിട്ടുള്ളത്. സെൻട്രൽ ബാക്കുമാർ 2 ബ്രസീലുകാരാണ്. കോട്ട കാക്കാൻ 2 ബ്രസീലുകാർ, അതായത് മാർക്കിഞ്ഞോസും തിയാഗോ സിൽവയും. PSG മാർക്കിഞ്ഞോസും ഫ്ലുമിനൻസിൻ്റെ തിയാഗോ സിൽവയും. ഇരു പാർശ്വങ്ങളിലായിട്ട് ചെൽസി PSG താരങ്ങളുണ്ട്. അതായത് അഷ്റഫ് ഹക്കീമി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ചെൽസിയുടെ കുക്കറേയ. മധുരയിലേക്ക് വരുമ്പോൾ എൻസോ ഫെർണാണ്ടസ് ഉണ്ട്. എൻസോ ഫെർണാണ്ടസ് ചെൽസി താരം, അതോടൊപ്പം തന്നെ PSG താരം വിറ്റിഞ്ഞയുണ്ട്. പിന്നെ ഇരു പാർശ്വങ്ങളിലായിട്ട് പെഡ്രോ നെറ്റയും കോൾ പാൽമറും 2 ചെൽസി താരങ്ങൾ ഇടം പിടിക്കുന്നു. മുന്നേറ്റങ്ങളുടെ കുന്തമുനയായിട്ട് ഫ്ലുമിനൻസിൽ നിന്നും റയലിൽ നിന്നും ഓരോ താരങ്ങളാണ്. ഫ്ലുമിനൻസിൽ നിന്ന് ജോൺ എഴിയാസും റയൽ മാഡ്രിഡിൻ്റെ ഗോൺസാലോ ഗാർഷ്യയും ഇടം പിടിച്ചിരിക്കുന്നു. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടീം ഓഫ് ദി ടൂർണമെൻ്റ് ആണ് ഇപ്പോൾ ഫിഫ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.